ഹലോ ഗൈസ്, അപ്പോൾ സ്റ്റെപ്പ് വ്ലോഗ്സിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി നാട്ടിൽ പോകാമെന്നൊക്കെ വെച്ച് പ്ലാൻ ചെയ്ത് നേരെ ഇറങ്ങി അവിടെ നിന്ന്. പക്ഷേ നമ്മുടെ യാത്ര മുടങ്ങി. അതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുമായിരുന്നു. അതിന് ശേഷം നമ്മളിപ്പോൾ നേരെ ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് എയർപോർട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് അവിടെ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് പോവാം. അങ്ങനെ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ്. ഒരു കാപ്പി എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ. ആദ്യം കഴിച്ചിട്ട് നമ്മൾ നേരെ ഓരോ രണ്ടുകൂടെ ഫുഡ് കഴിക്കാനൊക്കെ അതിനുശേഷം നമ്മളതിൻ്റെ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ല പക്ക ക്യൂ ആണ് കേട്ടോ. അപ്പട്ടാണ് കൗണ്ടറിലേക്ക് ക്യൂ തന്നെ ഇങ്ങനെ നീണ്ടു കിടക്കുക. പുറയിലോട്ടും ക്യൂ ഉണ്ട് കേട്ടോ. അതുപോലെ ആൾക്കാർ വെയിറ്റിംഗ് ആണ് ഇവിടെ. ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ നേരെ പോവുകയാണ് ഗേറ്റിലോട്ട്. നമ്മുടെ ഗേറ്റ് നമ്പർ എന്ന് പറയുന്നത് B9 ആണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ. 11:35 എടുക്കേണ്ടായിരുന്നു, പക്ഷേ 11:45 പോകത്തുള്ളൂ. ലേറ്റാണ്. അതിന് ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗേറ്റ് നമ്പർ B9. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി. അത് ഏകദേശം ഒരു 11:45 അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് ലാൻഡ് ആയിട്ടുണ്ട്. ഈ ഫ്ലൈറ്റിനാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. അത് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ലാൻഡ് ആയിട്ടുണ്ട്. ഇത്രയും പേരും വെയിറ്റിംഗ് ആണ്. ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ലിത്വേനിയെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും വിൻഡോ സീറ്റും കിട്ടിയിട്ടുണ്ട്. സംഭവം എന്തായാലും കിട്ടും. നമുക്ക് വീഡിയോ എടുക്കാനും സൗകര്യമായിട്ടുണ്ട്. സംഭവം നല്ല സീറ്റെല്ലാം കിട്ടി. നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം ഫ്ലൈറ്റ് യാത്ര ചെയ്ത് കഴിയുമ്പോഴല്ലേ ഈ സ്ക്രീനൊന്നും വർക്കിംഗ് അല്ല. പക്ഷേ എന്തായാലും ഈ പ്രാവശ്യം അടിപൊളിയായിട്ടുണ്ട്. സംഭവത്തിൻ്റെ ഗെയിം കളിക്കാനും ഫിലിം കാണാനും ഉള്ള നല്ല സൗകര്യം എല്ലാവരും ഉണ്ട്. എന്തായാലും നമ്മുടെ പഴയ സ്വന്തം സാധനം. ഇപ്പോഴെന്ന് പറയുമ്പോൾ ഓൺലൈൻ ഗെയിമുകളുടെ സമയമല്ലേ. പണ്ടങ്ങനെ അല്ലായിരുന്നല്ലോ. ഇപ്പം ഈ ഓഫ്ലൈൻ ഗെയിമൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. ഏകദേശം പാതിയായിട്ടാണ്. നമുക്ക് ഇത് നോൺ വെജ് മീനാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ തുർക്കിഷ് എയർലൈൻസിൽ നമുക്ക് കിട്ടുന്ന ഫുഡ്. നമുക്ക് എന്തെങ്കിലും കഴിച്ചു തുടങ്ങാം. അങ്ങനെ നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്താംബുൾ എന്ന സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ലെയർ ഇരിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാരും യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ലെയർ ഇരിക്കേണ്ട വരുന്നൊരു എയർപോർട്ടാണ് ഇസ്താംബുൾ എയർപോർട്ട്. ഇസ്താംബുൾ എയർപോർട്ടിൽ ആകെപ്പാടെ 1 മണിക്കൂർ മാത്രമേ ഫ്രീ വൈഫൈ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഏകദേശം 12 യൂറോ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറത്തിന് വൈഫൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം
എങ്ങനെയുണ്ട് തുർക്കിയിലെ എയർപോർട്ട്, അതായത് ഇസ്താംബുളിലെ എയർപോർട്ട് എങ്ങനെയുണ്ട്, ഇതൊക്കെ വ്യത്യാസമുണ്ടോ, കാര്യങ്ങളൊക്കെ ഉണ്ടോ, എന്തൊക്കെ. ഇപ്പോൾ അവർ പറഞ്ഞ ടൈം ആയിട്ടുണ്ട്. നേരെ നമ്മുടെ QR കോഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏത് ഗേറ്റിലോട്ടാണ് പോകേണ്ടതെന്ന് കാണിച്ചിരുന്നതുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് B16 പോകേണ്ടത്. നമുക്ക് നേരെ പോകാം. കഴിഞ്ഞു സമയം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ്. കയറിയിട്ടുള്ള ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ. ആദ്യം ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്ലാങ്കറ്റ്, പിന്നെ ഒരു കവറുണ്ട്. അതെന്തുവാണ് ഇതിനകത്തുള്ളത് നോക്കട്ടെ. ഉറങ്ങാൻ സാമാനം, പിന്നെ അതൊക്കെ തന്നെ, സോക്സ് ഒക്കെ. അപ്പോൾ അതൊക്കെയാണുള്ളത്. നമുക്കിതിൽ യാത്ര, നമുക്ക് സൈഡ് സീറ്റൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഉള്ളതൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ. നമ്മളിപ്പോൾ മുംബൈ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അതിന് ഇന്ത്യയിലെത്തി എന്നുള്ളൊരു സന്തോഷം തരുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വേണം കളക്ട് ചെയ്യാൻ. നമ്മൾ ലിത്വേനിയിൽ നിന്ന് കയറ്റിവിട്ട ബാഗേജും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്താൽ മതി എന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കളക്ട് ചെയ്യാം. ഇങ്ങനെ നമ്മളിപ്പോൾ തന്നെ മുംബൈയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഇവിടെ 6 മണിയായിട്ടുണ്ട് രാവിലെ. എന്തായാലും എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടറിയിട്ടിരിക്കും. ഈ ട്രിപ്പ് എന്തായാലും മൊത്തത്തിൽ കോമഡി ആയിരുന്നു. ലഗേജ് എല്ലാം കിട്ടി, കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ ഉള്ള അവസാനത്തെ ചടങ്ങെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കസ്റ്റം ക്ലിയറൻസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്ക് നേരെ ഇനി ഡൊമസ്റ്റിക് ടെർമിനലിലോട്ട് പോയിട്ട് വേണം നമ്മുടെ അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ ആയിട്ടുള്ള വേറൊരു കാര്യമായിരുന്നു. നമുക്ക് T2 ഡൊമസ്റ്റിക്കിലേക്ക് ടെർമിനൽ 2ലേക്ക് ഡൊമസ്റ്റിക്കിലേക്ക് മാറണമെന്നുണ്ടായി പുറത്തിറങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ടെർമിനൽ 2 ഡൊമസ്റ്റിക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ക്യാബ് പിടിക്കേണ്ടി വരും. വട്ടം കറങ്ങി ഒത്തിരി പോകണം. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള വഴിയുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. അപ്പോൾ അതുവഴി നമുക്ക് പോകാം. നമ്മൾ 2 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് കേട്ടോ. ഇത് 2 രൂപയ്ക്ക് ലോഞ്ച് എക്സസ് എടുത്തിട്ട് അദാനി ലോഞ്ച് നമ്മൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഫുഡൊക്കെ കഴിക്കാം. രാവിലെ ഇപ്പോൾ 7 മണിയായിട്ടുള്ളൂ. ഇനിയും 10 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫ്ലൈറ്റ് കയറാണ്ട് വേണ്ടി ഇപ്പോൾ നിൽക്കുകയാണ് കേട്ടോ. സൈഡിൽ നിന്ന് ആൾക്കാരെല്ലാം ബോഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
നമ്മളങ്ങനെ ഇപ്പം തിരുവനന്തപുരത്ത് യാത്ര ചെയ്ത് നേരെ നമ്മൾ റാന്നി എത്തിയിട്ടുണ്ട്. എൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ പത്തനംതിട്ട റാന്നിയിലാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും സൈനിങ് ഔട്ട്.